പുതിയ പടം 27-ാം തീയതി റിലീസ് ചെയ്തിരിക്കുകയാണ്, എമ്പുരാൻ 2. പലരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന പടം കൂടുതൽ പേരും കണ്ടു കഴിഞ്ഞു. ബാക്കിയുള്ളവർ ഇങ്ങനെ കാണാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, അത് സംവിധാനം ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരൻ, അത് എഴുതിയിരിക്കുന്നത് മുരളി ഗോപി. ആദ്യത്തെ ലൂസിഫർ കണ്ട് മോഹൻലാലിൻ്റെ തകർത്ത അഭിനയം, അടിപൊളി സീനുകളും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല അഭിപ്രായം, വേണ്ട രീതിയിൽ കളക്ഷൻ നേടി. അതിനേക്കാൾ കൂടുതൽ ക്ലാരിറ്റിയോടെ സംഭവമായി ഇറങ്ങിയ എമ്പുരാൻ എല്ലാവരും പകുതി പേരും പറയുന്നു, കൊള്ളുവല്ല. ഞാൻ പല സ്ത്രീകൾ കണ്ടവരോടാണ് ചോദിച്ചത്, അവർ കൊള്ളുവല്ല, സുഖമില്ല, മോഹൻലാലിൻ്റെ പ്രസൻസ് കുറവാണ്. പക്ഷേ ഞാൻ സിനിമ കണ്ടു. ഇൻ ടോട്ടൽ പൃഥ്വിരാജ് സുകുമാരൻ ഒരു ഹാർട്ട് സോപ്പ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. എന്ത് ഒരു ഹോളിവുഡ് സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള സംഘടന രംഗങ്ങളും, ആ സിനിമ തുടക്കം തൊട്ട് അവസാനം വരെ ഒരു 3 മണിക്കൂർ ഫ്ലോ പോകുന്നത് എത്ര നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നമുക്കറിയാം 100-200 രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിൽ ഇന്ത്യയിലെ ഒരു ചെറിയ കോടി കിടക്കുന്ന നമ്മളെപ്പോലെ 3-3.5 കോടി ജനങ്ങൾ മാത്രമുള്ള ഒരു സംസ്ഥാനത്തുനിന്ന് ഇത്രയും അതിഭീകരമായ, ഇത്രയും പൈസ മുടക്കിൽ, ഇത്രയും ക്ലാരിറ്റിയോടെ ഒരു സിനിമ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൃഥ്വിരാജിനെ കൊണ്ടേ പറ്റുള്ളൂ. കാരണം പുള്ളിക്ക് അതിനുള്ള കഴിവും ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് ഗ്രഹിച്ച് അതിങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ ആള് പ്രഗത്ഭനാണ്. ആ സിനിമ കണ്ടവർക്കറിയാം, ആദ്യം തുടങ്ങുന്നത് അവസാനം വരെ ഓരോ സീക്വൻസ് ആയിക്കോട്ടെ. ഇപ്പം പലരും പറയുന്നു മോഹൻലാലിൻ്റെ പ്രസൻസ് കുറവാണെന്നുള്ളത്. അപ്പം നമ്മൾ മറ്റ് നോർത്ത് ഇന്ത്യൻ പടങ്ങൾ, ഇപ്പോൾ സൽമാൻ ഖാനൊക്കെ ആണെങ്കിൽ ഒരു സിനിമയ്ക്ക് 90 തൊട്ട് 100 സീക്വൻസ് ഉണ്ടെങ്കിൽ ഒരു 70 എണ്ണത്തിനകത്തും അവർ കാണും. പക്ഷേ മോഹൻലാലെന്ന് പറയുമ്പോഴത്തേനും ആ കഥ കൊണ്ടുപോകുന്ന രീതി ഒരു ടോട്ടാലിറ്റി ആയിട്ട് നോക്കിയാൽ മതി. അടിപൊളിയായിട്ടല്ലേ എടുത്തു വെച്ചേക്കുന്നത്. പിന്നെ എനിക്കൊരു ചെറിയ ഇത് കുറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത് ദീപക് ദേവാണ്. ഇപ്പോൾ നമ്മൾ KGF ഒക്കെ കാണുമ്പോഴത്തേനും ആ വലിയ ബീരങ്കി പോലെ സാധനമൊക്കെ വെടിക്കുമ്പോഴത്തേനും ആ കൂടെയുള്ള എഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ മനസ്സിൻ്റെ ഇങ്ങനെ അടിത്തട്ടിലൊരു താളം ഉണ്ടാകും. പക്ഷേ